ഹലോ. ഒരു ദിവസം ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു പോകാറുണ്ടല്ലേ. പുതിയത്, പഴയത്, കുറേ നാളായിട്ട് കാണാത്തത്, അങ്ങനെ 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 ഒരുപാട് മുഖങ്ങൾ. നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കും, ഒരു മുഖം കാണുമ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു, അയാളുടെ ജീവിതം എന്ത് രസമായിരിക്കും അല്ലേ. നമ്മൾ ഒരു ഒരു പരിധി വരെയെങ്കിലും നമുക്കറിയാവുന്ന ആളുകളെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെപ്പറ്റി നമുക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ടല്ലേ. അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് ലൈഫാണല്ലേ, എന്ത് സുഖമാണല്ലേ അവർക്കൊക്കെ, നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് കുഴപ്പമില്ലായിരുന്നു, നല്ല ഒരു ഇതായിട്ടങ്ങ് പോകാമായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ പല ജീവിതങ്ങളും, ഈ മുഖങ്ങൾക്കൊക്കെ ഓരോ ജീവിതങ്ങളുണ്ട്. പല ജീവിതങ്ങളും നമ്മൾ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, അങ്ങനെയും ജീവിതങ്ങൾ എന്ന്. ജീവിതങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ സുഖത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവരെന്തിൽ കൂടെയൊക്കെയോ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തിൽ കൂടിയോ കടന്നു പോയിട്ടാണ് അവിടെ ഒരു പൊസിഷനിലിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സാറ്റിസ്ഫൈഡാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ, ഞാൻ എവിടെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്, എൻ്റെ സ്റ്റേറ്റ് എന്താണോ, എൻ്റെ സ്റ്റാറ്റസ് എന്താണോ, അതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. ബിക്കോസ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെയോ സ്വപ്നം കണ്ട, അല്ലെങ്കിൽ ആരൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ചില ആളുകൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, ചില ആളുകൾ അത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഇതിനു വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ഇതിനു വേണ്ടി ശ്രമിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ട്, തോറ്റുപോയിട്ടും അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പലരും ആരുടെയൊക്കെയോ അല്ലെങ്കിൽ ആരൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് എന്നുള്ളത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളൊന്നുമില്ല. ഉറപ്പായിട്ടും എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു തരത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റും ഉള്ള പല ജീവിതങ്ങൾക്കും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ജീവിതങ്ങൾക്കും തന്നെയും പുറകിൽ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ടുള്ള, അധികം ആരും അറിയണ്ട എന്ന് വിചാരിക്കുന്ന, ആരെയും അറിയിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിതവും കൂടെ കാണും, അല്ലെങ്കിൽ ഒരു ഫേസും കൂടെ കാണും അല്ലേ. നമ്മൾ നോക്കുക, നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ കേഴ്സസ്, എനിക്കെന്തിനീ ജീവിതം തന്നു, നമ്മുടെ ജീവിതത്തിലെ കേഴ്സസ് എണ്ണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. പക്ഷെ ദ മോർ യു കൗണ്ട്, നമുക്ക് കാണുന്ന കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. കഷ്ടകാലത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തിരിക്കുമ്പോഴും അറ്റ്ലീസ്റ്റ് എവിടുന്നെങ്കിലും ഒരാൾ നമ്മളെ കേൾക്കാൻ വരുന്നുണ്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ആളുകളായിരിക്കണം എന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരൊക്കെയോ നമ്മളെ കേൾക്കാൻ വരുന്നുണ്ടോ. ഒന്നും വേണ്ട, ഒട്ടും മൈൻഡ് ഓക്കെ അല്ലായിരിക്കുന്ന സമയത്ത് വെറുതെ റാൻഡമായിട്ടൊരാൾ വന്നിട്ട് നിങ്ങൾ ഓക്കെ ആണോ എന്നൊന്ന് ചോദിക്കുന്നുണ്ടോ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രിവിലേജസാണ്. ഞാൻ അങ്ങനെ കണക്കാക്കുന്ന ഒരാളാണ്. എല്ലാവരും പറയും പണത്തിന് എന്തിനേയും മേടിക്കാൻ പറ്റും, എന്തും പണമാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇതിനും പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എങ്കിലും പണത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ പണം സെക്കൻഡറിയാണ്. എന്തോരം പണം ഉണ്ടായാലും ഒരുപാട് പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടായിട്ടും നല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത ആളുകളുണ്ട്, കേൾക്കാൻ നല്ല ആളുകളില്ലാത്ത ആൾക്കാരുണ്ട്,
എന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലാത്ത ആളുകളുണ്ട്. സോ വാട്ട് ഈസ് ദ പോയിൻ്റ് ഓഫ് ഹാവിങ് മണി? അങ്ങനെയാണെങ്കിൽ പണമുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഇപ്പം പണത്തിലും വലുതായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ല സമയം, നല്ല സുഹൃത്തുക്കൾ, നല്ല ബന്ധങ്ങൾ, നല്ല കാഴ്ചകൾ, നല്ല ആസ്വാദനങ്ങൾ, നല്ല സമയങ്ങൾ, അതൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളിലേക്കും ചുറ്റുമുള്ള മുഖങ്ങളിലേക്കുമൊക്കെ നോക്കി just see how privileged are you, and that's life. അപ്പോൾ ശരി.